വെച്ചിട്ട് ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. സാധ്യതകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ കൺക്ലൂഡ് ചെയ്യാൻ വന്ന വ്യക്തി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ ബിസിനസ് ചെയ്തത് കൊണ്ട് ഒരു 5 വർഷം കൊണ്ട് മൂപ്പർക്കുണ്ടായ മാറ്റങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ പറഞ്ഞത് സമയത്താണ് എനിക്ക് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള തോന്നിയത്. കാരണം കൺക്ലൂഡ് ചെയ്യാൻ വന്ന വ്യക്തി എന്ന് പറയുന്നത് വയനാട്ടിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ, അതായത് വരുന്നതിന് കുറെ കാലം മുമ്പ് പുള്ളിക്കാരൻ കാർഷിക മേഖലയിലായിരുന്നു. പക്ഷെ കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധിയിൽ പോയ സമയത്ത് മൂപ്പർ ഒരു 1000 രൂപ ഒരുപാട് കടത്തിലേക്ക് മൂപ്പർ മാറി. അങ്ങനെ കടം കയറി എന്താ പറയാ ആത്മഹത്യന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു 1000 രൂപ വരുമാനത്തിന് വേണ്ടിയിട്ട് പല മേഖലയിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനമായിട്ട് മൂപ്പർ വർക്ക് ചെയ്തൊരു മേഖല എന്ന് പറയുന്നത് ടാക്സി മേഖലയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ മാനന്തവാടി എന്താ പറയുക ഒരു പ്രൈവറ്റ് ടാക്സി ഓടിച്ചിരുന്ന വ്യക്തി ഈ ഒരു ബിസിനസ് ഒരു 4-5 കൊല്ലം ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ടാക്സി ഓടിച്ച അതേ റൂട്ടിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മെഴ്സിഡീസ് ബെൻസും BMW ഒക്കെ മാറി മാറി ഓടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് ഈ ഒരു ബിസിനസ്സിലൂടെ മാറാൻ വേണ്ടി പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വലിയ തിരിച്ചറിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട സമയത്താണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ യാതൊരുവിധ മുതൽ മുടക്കും ഇവിടെ ഇല്ല. കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോ ഒരു 10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 14,000 രൂപ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു 13,000 അല്ലെങ്കിൽ 14,000ത്തിന്റെ ഇടയിലുള്ള ഒരു സംഖ്യന്റെ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ക്യാഷ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു 3,500 4,000 റുപ്യന്റെ അടുത്ത് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് യാതൊരു നഷ്ട സാധ്യതയില്ല. അപ്പോ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാഭത്തോടു കൂടിയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക, എന്നിട്ട് അതിനുശേഷം യൂസ് ദ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ദെൻ ഫീൽ ദ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും എന്ത് സംഗതികൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹോട്ടലിൽ കയറിയാണ്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ ഒന്ന് നമുക്ക് നല്ല ഫുഡ് ആണെങ്കിൽ നമുക്ക് നല്ല അനുഭവം ഉണ്ടാവും. ഇനിയിപ്പോ ചീത്ത ഫുഡ് ആണെങ്കിൽ നമുക്ക് ചീത്ത അനുഭവം ഉണ്ടാവും. എന്തായാലും അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞു വെച്ചാൽ ഫീൽ ദ പ്രൊഡക്റ്റ്, നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് ആ ഒരു ഉൽപ്പന്നത്തിനെ നമ്മൾ അനുഭവിക്കുക. അനുഭവിച്ചു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുക, നല്ലതല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ എലവൻസിന്റെ അല്ലെ ഓണാനോണിന്റെ അല്ലെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നല്ല അനുഭവം അല്ലാണ്ട് ചീത്ത അനുഭവം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫീൽ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് അതിനെ ഫീൽ ചെയ്യുക, ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുക. മൂന്നാമത് പറഞ്ഞ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാലാമത് മറ്റുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് ഉപയോഗിച്ചു, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഉപയോഗിച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാന്നുള്ള രീതിയിലേക്ക് മാറിയത്. ഞാൻ അന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തൊന്നുമില്ല. പക്ഷെ അന്ന് സ്റ്റാർട്ട് ചെയ്യാത്തതിന് ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ, അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം 1 കോടിന്റെ കച്ചവടം എന്റെ ടീമിൽ എക്സ്ട്രാ നടക്കേണ്ടതാണ്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബിസിനസിന്റെ പ്ലാന് കേട്ടു. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് വേറൊരാള് ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ സ്പോൺസറിന്റെ സ്പോൺസറിലൂടെ തന്നെ വേറൊരാൾ ഈ ഒരു ബിസിനസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ആ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഇന്ന് ഏകദേശം 1 കോടിന്റെ അടുത്ത് ടേൺ ഓവർ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്റെ ടീമിലേക്ക് വരേണ്ടതായിരുന്നു. ഏകദേശം 1 കോടിന്റെ കച്ചവടം എന്റെ ടീമിൽ നടക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഏകദേശം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് എന്റെ 1 കോടി ബിസിനസ് വോളിയം നഷ്ടപ്പെട്ടത്. ഇത്ര സമയത്ത് നോക്കുകയാണെങ്കിൽ ഇനിയും കുറെ കാലങ്ങൾ കഴിയുന്ന സമയത്ത് കൂടുതൽ ബിസിനസ് വോളിയം നടക്കുകയും എന്താ പറയാ 100 കണക്കിന് കോടിന്റെ കച്ചവടമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അല്ലെ 10 കോടിന്റെ നഷ്ടമാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ് അദ്ദേഹം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു 2-3 ദിവസത്തിന് ശേഷം ഈ പ്രോഗ്രാം കേട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അതിന് റിസൾട്ട് ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിൽ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കാണ്, നമ്മള് ഈ ബിസിനസ്സിൽ
പണിയെടുത്താൽ എന്തെങ്കിലും കിട്ടുന്നതാണ് പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ ഇവിടുന്ന് എന്താ പറയാ, നിങ്ങൾ ഇത്ര പൈസ ഇട്ടാ മതി, നിങ്ങൾ ഇങ്ങനെ നിന്നാ മതി, നിങ്ങൾക്ക് ഇങ്ങനെ ഷെറഷറോ എന്ന് പറഞ്ഞിട്ട് പൈസ വരും, ഇങ്ങനൊന്നും പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും പണിയെടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ എന്നുള്ളതാണ്. അപ്പോ അതിന് ഞാൻ ചെറിയൊരു കഥ, നിങ്ങൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചെറിയൊരു കഥ അതിന് വേണ്ടിയിട്ട് പറയാം. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു തുടക്ക സമയത്ത് എൻ്റെ ടീമിൽ കുറെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ചെറുപ്പക്കാരനാണ്, എൻ്റെ ഒക്കെ ഏജിലുള്ള ചെക്കനാ. അപ്പോൾ ഇവനെപ്പോ എന്നെ വിളിച്ചിട്ട് പറയും, എത്ര പറഞ്ഞിട്ടും വീട്ടിൽ ഉമ്മ പോസിറ്റീവ് ആവുന്നില്ല. കാരണം ഉമ്മാനോട് ഈ ബിസിനസ് പറഞ്ഞിട്ട് ഉമ്മക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ബാക്കിയുള്ള എല്ലാം ഓക്കെ, ഞാനും ഓക്കെ, ഞാൻ എന്തായാലും ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്, അതുപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉമ്മ മാത്രം എന്താക്കുന്നില്ല, ഈ ബിസിനസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എത്ര ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ, മുബീൻ സാറിന്റെ വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുക, അപ്പോൾ ഉമ്മ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉമ്മക്ക് അത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നും അല്ലടാ, എത്ര കളിച്ചിട്ട് ഉമ്മാക്ക് ഇത് മനസ്സിലാകുന്നില്ല, എത്ര കളിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അപ്പൊ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിക്കുന്നു പറഞ്ഞു എന്നോട്. അപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് സംസാരിക്കാന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ മൂപ്പറ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ മൂപ്പറ വീട്ടിൽ പോയി മൂപ്പറ വീട്ടിൽ സോഫയിൽ ഇരുന്ന് ഉമ്മാക്ക് കുറെ കാര്യങ്ങൾ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ചെയ്തിട്ട് വിജയിച്ച ഒരുപാട് ആളുകളുടെ കഥയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഉമ്മ പറയുന്നത്, ഉമ്മ ഒന്നും പറയുന്നില്ല, ഉമ്മ ഒരു പോസിറ്റീവ് ആകുന്നില്ല. മീൻസ് ഉമ്മാക്ക് ഈ ഞാൻ എത്ര പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഞാൻ ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ വന്ന് എല്ലാം ഉമ്മാനോട് പറഞ്ഞു. എന്നിട്ടൊന്നും ഉമ്മ പോസിറ്റീവ് ആവുന്നില്ല. അപ്പൊ ഞാൻ അവസാനം ഉമ്മാനോട് അങ്ങോട്ടേക്ക് ചോദിച്ച്, അല്ല ഉമ്മ, എന്താണ് നിങ്ങളെ പ്രശ്നം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എന്താ പറയാ ഇവന് ഈ ബിസിനസ്സിലൂടെ വിജയിക്കൂല നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ ചോദിച്ചു. അന്നേരം ഓന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കാണ് സത്യം പറഞ്ഞാല് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഓന്റെ ഉമ്മ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, രാവിലെ ഏകദേശം 12 മണി വരെ കിടന്നുറങ്ങിയിട്ട് മൂട്ടില് വെയിലറിക്കുന്ന സമയത്ത് എണീച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് കിടന്ന് ഫോണും കണ്ട് കുത്തുന്ന ഈ 2:10 കിട്ടും എന്നുള്ളതാണ് എനക്ക് തിരിയാത്തത് എന്നുള്ളതാണ് അവന്റെ ഉമ്മ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 12 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു മണി വരെ 12 മണി വരെ കിടന്ന് ഉറങ്ങി, പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് പിന്നെ സോഫയിൽ ഫോണും കണ്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇവനിക്ക് ഉമ്മാക്ക് മോട്ടിവേഷൻ കൊടുക്കും, ഉമ്മ ഒന്നും നോക്കണ്ട, 2:10 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കും എന്നല്ല പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കും. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഇവൻ പണിക്ക് പോകാത്തതാണ് ഉമ്മാന്റെ പ്രശ്നം. അപ്പൊ ഉമ്മ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പൈസ കിട്ടുമോ മോണേന്ന് ചോദിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല. അന്നേരം പറഞ്ഞു, ഇതാണ് എന്റെ പ്രശ്നം, എനിക്ക് ഈ ബിസിനസ് മനസ്സിലാക്കി, ഇതിൽ വിജയിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായിട്ട് ഒരേ ഒരു കാര്യം, 12 മണി വരെ കിടന്നുറങ്ങി അതിനുശേഷം ഫോണും കൊണ്ട് കുത്തിരുന്നാൽ ഈ 2:10 കിട്ടും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും കിട്ടൂ എന്നുള്ളതാണ്. വെറുതെ ഒരു ഉറുപ്പ്യ കിട്ടുന്ന കമ്പനി നമ്മളോട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ആരും തന്നെ വെറുതെ നിങ്ങളൊരു ഐഡിയ അടിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്ന ആരും പറയുന്നില്ല. ചില ആളുകളുണ്ട്, അതായത് രാവിലെ മോർണിംഗ് മീറ്റ് ഒക്കെ വളരെ ശക്തമായിട്ട് അറ്റൻഡ് ചെയ്യും. ഇന്ന് മുതലങ്ങ് അല്ലെങ്കിൽ ഇന്ന് മുതലങ്ങ് ഇറങ്ങണം എന്ന് പറയും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു ചായ എല്ലാം കുടിച്ച് ഒന്നിങ്ങനെ ഇരിക്കാൻ വിചാരിക്കും, ഇനിയിപ്പോ എന്തായാലും ഫോണൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിക്കും, ഇനിയിപ്പോ എന്തായാലും നാളെ ആവട്ടെ, ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ, എന്നിട്ട് നാളെ മുതൽ എന്താക്കുക, നല്ല ഉഷാറായിട്ട് ചെയ്യാന്ന് വിചാരിക്കും. നാളെ പിന്നെ മോർണിംഗ് മീറ്റിൽ അറ്റൻഡ് ചെയ്ത് വളരെ ആവേശത്തിൽ ഇറങ്ങിയിട്ട് പറയും, അല്ല ഇന്നും കൂടാൻ കഴിയട്ടെ, നാളെ ആവട്ടെ, ഫോണും കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഫോണിന് ഇപ്പോ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കുകയാണെങ്കിൽ റീല് കണ്ട അങ്ങനെ സമയം പോകും. ഇനിയിപ്പോ യൂട്യൂബ് കാണുന്നതാണെങ്കിൽ ഒരു എന്താ പറയാ ഷോട്ട് കണ്ട് അടുത്ത ഷോട്ട് ഇങ്ങനെ കാണും, അത് നമുക്ക് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും വരിക. എന്ന് പറഞ്ഞതിലോട്ട് ഇങ്ങനെ ഇരുന്ന് വെറുതെ സമയം പോക്കിയതിനെ കൊണ്ട് യാതൊരുവിധ ലാഭവും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഞാനൊരു കഥയായിട്ടത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ഈ ബിസിനസ് അവസരം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതാണ്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് പണ്ടൊരു ഓട്ടോ വിളിക്കാൻ പോലും അറിഞ്ഞൂടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എനിക്ക് അറിയില്ല. നിങ്ങളെ വീട്ടിലുണ്ടാവില്ലേ ചിലപ്പം ചില കുട്ടികളുണ്ടാവും. അപ്പോ എൻ്റെ വീട്ടിലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ഒരു ചെറിയ ചെക്കൻ, ഇവനിക്ക് വിൽക്കാൻ പോയിട്ട് വാങ്ങാൻ പോലും അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഓന് ബിസിനസ് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെ ഓനോട് ഈ ബിസിനസ് അവസരം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്നെ പീടികയിൽ പറഞ്ഞാക്കും. പീടിക എന്നല്ല നിങ്ങൾ പറയാ, ഞാൻ എന്റെ ഭാഷയിലാണ് സംസാരിക്കട്ടോ, കുറ്റിയാടി ഭാഷയിൽ. എന്നെ പീടികയിൽ പറഞ്ഞാക്കും. പീടികയിൽ പറഞ്ഞാക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ഇപ്പൊ ഒരു കിലോ തക്കാളി, ഒരു 200 പച്ചമുളക്, അല്ലെ 1 കിലോ എന്താ പറയാ ഇത് എന്താ പറയാ കഞ്ഞീന്റെ അരി, ഇതൊക്കെയാണ് എന്നോട് പറയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയും, എനിക്ക് ഇപ്പം പോകാനാവില്ല, ഒന്നിക്കുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് തരണം.
കുറച്ച് വലുതായ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോണിലേക്ക് അയച്ചിട്ടേക്ക്, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്നോട് അങ്ങ് മറന്നു. അതാണ് എന്റെ പ്രശ്നം. രണ്ടു മൂന്ന് ആളുകളെ കാണുമ്പോൾ എന്നോട് ഇത് മറന്നു. അങ്ങനെ കയ്യിൽ ഒന്നിക്കണ്ടേ ഞാൻ എന്റെ കയ്യിൽ എഴുതി എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ മുറിച്ചിട്ട് അതിൽ ഒരു രണ്ടോ മൂന്നോ സാധനം വാങ്ങാൻ പോകുന്നതാണെങ്കിൽ പോലും എഴുതി എടുത്ത് പോകുന്ന ഞാൻ ഇന്നിങ്ങനെ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രോഗ്രാമുകളുമാണ്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ പല ആൾക്കാരും പറയും നമുക്ക് അങ്ങനത്തെ തിരക്കുണ്ട് ഇങ്ങനത്തെ തിരക്കുണ്ട് എന്ന രീതിയിൽ. പക്ഷെ എന്നെല്ലാം ആദ്യം ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയെന്ന് വെച്ചാൽ അത്രയും എന്നെന്താ പറയാ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ്. അതായത് തുടക്കത്തിൽ പല പ്രോഗ്രാമുകൾക്കും. പക്ഷെ ആ പ്രോഗ്രാമുകൾക്കൊക്കെ പോയ സമയത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് ഇന്നുള്ള എന്ത് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ അന്ന് പ്രോഗ്രാം ഇതിനെ കൊണ്ട് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോ ഞാനൊക്കെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ചില മാസങ്ങളിൽ ഞാൻ ചിന്തിക്കും, എന്തിനാ പഠിച്ചവനെ ഇത്രയും വരുമാനം എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തിക്കുന്ന സമയത്ത് അന്നേരം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ തുടക്ക സമയത്ത് എടുത്തൊരു എഫേർട്ട് ഉണ്ട്, ആ ഒരു എഫേർട്ടിന് എനിക്ക് കിട്ടുന്ന എന്താ പറയുക റിവാർഡാണ് എനിക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം എന്നുള്ളത്. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്നെടുത്ത വർക്കിന്റെ ഒരു 10-1 പോലും ഇന്ന് എനിക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കാരണം എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിചാരിക്കരുത് എന്തുകൊണ്ടായിരിക്കും പഠിച്ചവൻ എനിക്ക് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ദൈവമേ എനിക്ക് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വരുമാനം കിട്ടുന്നത്, ഞാൻ ഇതിന് അർഹനാണോ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടും പാടില്ല എന്നല്ല, അങ്ങനെ അവസാനം വരരുത് എന്നുള്ളതാണ്. ഇനി അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ആ വരുമാനം നമുക്ക് ഒരിക്കലും ശാശ്വതമായിട്ട് കിട്ടൂല. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ സമയമാണ്. ഈ സമയം മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തോളുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളുള്ള പ്രോഗ്രാമിലൊക്കെ വെച്ച് സംസാരിക്കാനും, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ FS എടുത്തത് തൃശ്ശൂരായിരുന്നു. അപ്പോ ഞാൻ അവിടെ പോയിട്ട് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറ്റ്യാടി ഭാഷയിലാണ് സംസാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം എനിക്ക് അറിയില്ല അങ്ങനെ കുറച്ച്. എന്നാലും ഞാൻ വളരെ എന്താ പറയാ എനിക്ക് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. ഇപ്പോ ഭാഷേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ എനിക്ക് തമിഴ്നാട്ടില് ചെന്നൈയിൽ ടീമുണ്ട്, ചെന്നൈയിൽ ആവടിയാണ് ടീമുള്ളത്. അപ്പോൾ ചെന്നൈയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ആവടി പോയി. ഞാനും എൻ്റെ അപ്ലൈൻ ലീഡർ റിൻലാൽ സാറും അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിനേശ് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ടീമാണ്, ATC ലീഡറാണ്, ഒരു ബാങ്ക് മാനേജറാണ്. ഇപ്പം ബാങ്ക് ഒക്കെ ഒഴിവാക്കി ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരന് ഞങ്ങൾ 3 ആളാണ് ചെന്നൈയിൽ പോയത്. അപ്പൊ ചെന്നൈയിലെത്തി അവിടെ നിന്ന് റിൻലാൽ സാറിന്റെ FSS ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ എൻ്റെ ചെറിയൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ വർക്ക്ഷോപ്പ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഒരു ദിവസം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈ ആവടിന്ന് കുറച്ചേ ഉള്ളൂ, ആവടി തന്നെയാണ്, അവിടെ പ്രോഗ്രാം സെന്ററിലേക്ക് പോയി. പ്രോഗ്രാം സെന്ററിൽ പോയി അവിടെ GTS തുടങ്ങി. GTS തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 3-3:30 ആയിട്ടുണ്ട്, 3 മണിക്കാണ് അവിടെ GTS. ഇപ്പൊ തുടങ്ങി അവിടെ എത്തി GTS കഴിയാനായി. അപ്പൊ GTS കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് എക്സ്പീരിയൻസ് തുടങ്ങി. അപ്പൊ എക്സ്പീരിയൻസ് പറയുന്ന എല്ലാവരും, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തമിഴ് തീരെ അറിയില്ല, കാരണം ഇവൻ തമിഴ് മൂവി പോലും ഞാൻ എന്താക്കലില്ല, കാണാറില്ല. അവിടെ പോയി ഓരോരുത്തർ എക്സ്പീരിയൻസ് പറയാം, എനിക്കൊന്നും മനസ്സിലാവില്ല കുറെയൊക്കെ, കാരണം മലയാളമായിട്ട് കുറച്ച് ടച്ചിൽ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ TC ലീഡേഴ്സ് എക്സ്പീരിയൻസ് പറഞ്ഞു, ATC പറഞ്ഞു, DTC എല്ലാവരും പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇന്ത വായ്പയൊക്കെ അടച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നുണ്ട്, ഇവർ അപ്ലൈൻ ലീഡർ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇന്ത വായ്പയൊക്കെ അടച്ചത് ഷാഫി മുഖേനയാണ് എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്കാണ് ഇവർ സംസാരിക്കുന്നത്, ഇന്ത വായ്പയൊക്കെ അടച്ചത്. അപ്പോൾ DTC ഒക്കെ ആയ സമയത്ത് ഞാൻ എൻ്റെ അപ്ലൈൻ ലീഡർ റിൻലാൽ സാറിനോട് പോയിട്ട് പറഞ്ഞു, എല്ലാവരും സാറേ ഇവിടെയുള്ള എല്ലാവർക്കും നല്ല സുഖമാണ്, കാരണം എന്താ ഇവിടെയുള്ള എല്ലാവരെയും അപ്ലൈൻ ലീഡേഴ്സ് വായ്പ കൊടുത്തിട്ടാണ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളെ നമുക്ക് വായ്പയൊന്നും തന്നിട്ടില്ലല്ലോ. പിന്നെ ഇവര് ചിരിയാണ്, വമ്പിച്ച ചിരിയാ എല്ലാവരും, കാരണം ഇവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കുന്ന. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ സംഭവം എന്താ സാറേ, എന്നാ സംഗതി എന്ന് പറയാം. ഇവര് എന്താ പറയാ, ഇവര് നിർത്താണ്ട് ചിരിക്കുക. അപ്പൊ എല്ലാവരും ഇവരെ തന്നെ നോക്കുക, ഇതെന്താ ഇവരിങ്ങനെ ചിരിക്കുന്നത്. അപ്പൊ എന്നോട് റെൽ സാറ് എന്നെ കൂട്ടിട്ട് പുറത്തു പോയിട്ട് പറഞ്ഞു, എടാ വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമീർ സാറേ, വായ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നല്ല, അവസരം എന്നാണ് അതിന്റെ അർത്ഥം. അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് വായ്പ എന്ന് പറഞ്ഞ അവസരം, ഇന്ത വായ്പയൊക്കെ അടിച്ചത് ഈ അവസരം എനിക്ക് തന്നത് ഇന്നാളെന്നാ പറയുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്നാ, ഇത് ഇവർക്കെല്ലാം വായ്പ കൊടുത്തിട്ട് ഇവരെല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഭാഷ, എന്റെ അവസ്ഥ. ആകെ അറിയുന്നത് മലയാളമാണ്, മലയാളത്തിലും അറിയുന്നത് കുറ്റ്യാടി ഭാഷയാണ്. അപ്പൊ ഇപ്പം അത്യാവശ്യം എന്താ പറയാ, ഭാഷയെല്ലാം ചെറുതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോ
ഈ ബിസിനസ് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ടീമുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സ്റ്റേറ്റിലും വളരെ ശക്തമായിട്ട് ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ബിസിനസ് വോളിയം കയറുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ ആദ്യം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഹോണ്ടേന്റെ ഡിയോ എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഈ ഒരു ബിസിനസ്സിലൂടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഒരു R15 V3 എന്ന് പറയുന്ന ഒരു വണ്ടി ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം ഈ ഒരു വണ്ടി വലിയ ആക്സിഡന്റ് ആവാനോ ഒന്ന് കോഴിക്കോട് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് തിരിച്ചു വരുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഈ ഒരു എക്സ്പീരിയൻസ് പറയാം. കാരണം ഇതിലുള്ള പല ആൾക്കാർക്ക് അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയാം. ഞാൻ കോഴിക്കോട് നിന്ന് എന്താ പറയുക ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം മീറ്റിംഗ് ആണ്. എന്റെ ഗ്രേറ്റ് ലീഡർ ലാൽസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരന്റെ ടീമിലുള്ള ലീഡേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഞാൻ ടീം കോർഡിനേറ്റർ കഴിഞ്ഞ് ഏരിയ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഏരിയ ടീം കോർഡിനേറ്റർ ആകുന്നത് വരെ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിലും പെർഫോമൻസ് ബോണസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റ മാസം പെർഫോമൻസ് ബോണസ് അടിക്കാൻ പറ്റിയിട്ടില്ല, ATC റാങ്ക് വരെ. അപ്പൊ അങ്ങനെ ഞാൻ കോഴിക്കോട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പൊ മീറ്റിംഗിൽ വെച്ചിട്ട് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് മീറ്റിംഗ് നടക്കുന്നത്. വെള്ളിയാഴ്ച ക്ലോസിംഗ് കഴിഞ്ഞ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മന്ത് ക്ലോസിംഗ് കഴിഞ്ഞിട്ട് മന്ത് സ്റ്റാർട്ടിങ്ങിന്റെ ദിവസമാണ് TC ആൻഡ് എബോ മീറ്റിംഗ് നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട്. നളന്തയല്ല, മറ്റേ ഇവിടെ ശരവണ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മറ്റേ ഇതുണ്ടല്ലോ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റിൽ. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു ഈ മാസം ആരൊക്കെയാണ് പെർഫോമൻസ് ബോണസ് അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൈവന്നിച്ചു. അപ്പൊ ഞാനും കൈവന്നിച്ചു. അപ്പൊ പറഞ്ഞു ഈ മാസം പെർഫോമൻസ് അടിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ, അത് സംസാരിക്കാൻ ഇവിടെ വന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ മുമ്പോട്ട് കടന്നു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം തന്നെ എണീച്ച് വേഗം പോയിട്ട് എന്താക്കി മുമ്പിൽ പോയി നിന്ന്. കാരണം എനിക്ക് സംസാരിക്കണം, എനിക്ക് PV പിടിക്കണം എന്നില്ല, പെർഫോമൻസ് ബോണസ് പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്ന സമയത്ത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് പെർഫോമൻസ് ബോണസ് പിടിക്കണം. ഇപ്പോ എന്താ പറയാ, അന്ന് എനിക്കൊന്ന് 2 ലക്ഷം BV, 3 ലക്ഷം 2.5 ലക്ഷം BV മാച്ച് ചെയ്യണം ATC ലീഡർക്ക്. അപ്പോ വേഗം മുമ്പിൽ കയറി നിന്നു. അപ്പൊ അങ്ങനെ ഒരു 5-6 ആൾക്കാർ അവിടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു പോവാണ് ഞാൻ എന്തായാലും പെർഫോമൻസ് ഈ മാസം പിടിക്കും. അപ്പൊ ഞാൻ ഒറ്റ ഡയലോഗ് അടിച്ചിട്ടുള്ളൂ, ഈ മാസം പെർഫോമൻസ് ബോണസ് പിടിച്ചിട്ടില്ലെങ്കിൽ നെമീർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പെർഫോമൻസ് ബോണസ് ഞാൻ അടിക്കും. അപ്പൊ ആ വലിയ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. മീറ്റിംഗ് കഴിഞ്ഞ് അന്ന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത മറ്റാരുമല്ല, ഇന്ന് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ സ്പോൺസർ ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ, ഞാൻ ഈ ബിസിനസ്സിൽ എത്തിപ്പെടാനുള്ള വേറൊരു കഥയുണ്ട്. ഞാൻ എത്തിപ്പെട്ട ഞാൻ പറഞ്ഞു, പക്ഷെ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി എടുത്തൊരു എഫേർട്ടിന്റെ ഒരു കഥ വേറെ ഉണ്ട്. അതായത് എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് എങ്ങനെയാന്ന് വെച്ചാൽ, ദിനേശ് സർ ഉണ്ട്, ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ. പുള്ളിക്കാരൻ മൂപ്പറെ വണ്ടി, അതായത് ആദ്യം മൂപ്പരത്തുള്ള i20 എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പൊ i20 എടുത്തു. i20ക്ക് ശേഷം XUV എടുത്ത സമയത്താണ് പുള്ളിക്കാരൻ ഈ വണ്ടി, അതായത് i20 കൊടുക്കാൻ വേണ്ടിയിട്ട്, i20 വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോറൂമിൽ പോയി. ഇതിന്റെ അതായത് ഹുണ്ടായിന്റെ ഷോറൂമിലാന്ന് തോന്നുന്നു. ഹുണ്ടായിന്റെ ഷോറൂമിൽ പോയി. ഹുണ്ടായിന്റെ ഷോറൂമിൽ പോയ സമയത്ത് എക്സ്ചേഞ്ചിനാന്ന് തോന്നുന്നു. അപ്പോൾ ഹുണ്ടായിന്റെ ഷോറൂമിൽ പോയ സമയത്ത് അവിടുന്ന് അടുത്ത മാനേജറോട് വർക്ക് പറഞ്ഞു, അതായത് നമ്മുടെ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി. മാനേജർ പക്ഷേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല, മറിച്ച് ഈ മാനേജർക്ക് ബിസിനസ് അവസരം കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇടക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് ഈ ബിസിനസ് അവസരം കേട്ട്, അതായത് ഒളിഞ്ഞു കേട്ടതാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ സ്റ്റാഫ് ഈ ബിസിനസ് അവസരം കേട്ട് ആ സ്റ്റാഫ് ഈ ബിസിനസ് അവസരം ഏറ്റെടുത്ത്, എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തതല്ല, ഈ ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ സ്റ്റാഫ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാഫ് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് RTB പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് പുള്ളിക്കാരൻ, മൂപ്പർ വേറെ ഒന്നും ചെയ്തിട്ടില്ല, മൂപ്പർ ആ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ്, പ്രോഗ്രാമിന്റെ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വെച്ച് ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ആ വ്യക്തിനെ നിർത്തിക്കാൻ പോയതാണ് ഞാൻ. പക്ഷെ അവര് ബിസിനസ് അവസരം നിർത്തിയെന്നല്ല, എന്നെ ഈ ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്റ്റാർട്ട് ചെയ്യിച്ച ആരാ സത്യത്തില്? ഈ ലീഡർ ആണോ? ഒരിക്കലും അല്ല, മറിച്ച് ആ ലീഡർക്ക് വർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആ ലീഡർ കേട്ട വർക്ക് കൊടുത്ത ആരാണ്? ദിനേശ് സാറാണ്. അപ്പോൾ ദിനേശ് സാറാണ് സത്യം പറഞ്ഞാൽ എന്റെ സ്പോൺസർ എന്ന് പറയുന്നത്. ITC ലീഡർ ദിനേശ് സാറാണ്. ഇപ്പൊ എന്റെ ഡയറക്റ്റ് അപ്ലൈൻ ലീഡർ ദിനേശ് സാറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ ബിസിനസ് അവസരം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറൊരു കഥ, പുള്ളിക്കാരന്റെ ഭാഗത്ത് നോക്കുന്നതാണ് അങ്ങനത്തെ ഒരു കഥയാണ് വരുന്നത്. അപ്പോ അങ്ങനെ അന്ന് തിരിച്ച് കോഴിക്കോട് നിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വളരെ ആവേശത്തോടു കൂടെ തിരിച്ച് ഞാൻ വരുന്ന. നമ്മൾ ആവേശം കൂടിയാൽ എന്താക്കും? വണ്ടീന്റെ സ്പീഡും കൂടെ ഒന്ന് കൂട്ടും. പെരക്കുങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ആവേശം കൂടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂട്ടണ്ട, വണ്ടി നോർമൽ ഓടിച്ചാൽ മതി. നമ്മുടെ മനസ്സിൽ മാത്രമേ ആവേശം കാണിക്കണ്ടു. പക്ഷെ നമ്മളൊരു യങ്സ്റ്റർ ആണല്ലോ, ഒരു ചോരത്തിളപ്പുള്ള സമയമാണല്ലോ. അപ്പോൾ ഞാൻ നല്ല
വെച്ച് വിടൽ എങ്ങോട്ടേക്ക് വിട്ട്, നാട്ടിലേക്ക് വിട്ടു. കാരണം എന്താ, എന്റെ മനസ്സിലുള്ളത് പെർഫോമൻസ് ബോണസ് പിടിക്കണം, എത്രയും പെട്ടെന്ന് പെർഫോമൻസ് ബോണസ് അച്ചീവർ ആവണം. ഇപ്പൊ നാട്ടിൽ പോയിട്ട് ടീമിനുള്ളൊന്നും പോയിട്ട് കാണണം, എന്നിട്ട് ഇവർക്കെല്ലാം മോട്ടിവേഷൻ കൊടുത്ത് ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ എന്താക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് വരുന്നത്. അപ്പൊ നല്ല വരുത്താണ് വരുന്നത്. അങ്ങനെ കോഴിക്കോട് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വരുന്നത് എന്റെ നാട്ടിലേക്കല്ല, വടകരക്കാണ്. കാരണം വടകര എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഷംസീ സാർ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഈ മോർണിംഗ് മീറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കാണണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ എന്താക്കുന്നത് അങ്ങനെ വരുന്നത്. നല്ല വരുത്താ, ഒരു 80-85 ഞാൻ എന്താക്കിയിട്ടുണ്ടാവും, വണ്ടി പിടിച്ചിട്ടുണ്ട്. R15 കൊണ്ടല്ലേ വരുന്നത്, ഒരു സ്പോർട്സ് ബൈക്കുമാണ് വണ്ടി. അപ്പൊ നല്ല വരുത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ഇന്ത്യക്ക് ഇടാണ്ട് എന്താ പറയാ റൈറ്റിലേക്ക് കയറ്റി. അങ്ങനെ വണ്ടിക്ക് ഇടിച്ച് ഞാൻ എന്താക്കി, മേലോട്ടേക്ക് തെറിച്ചിട്ട് നേരെ ബോണറ്റ് മേലെ വീണ്. അതായത് ഈ കാറിന്റെ ബോണറ്റ്, കാറ് ആൾട്ടോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആൾട്ടോ അല്ലെങ്കിൽ മറ്റേ മാരുതിന്റെ മറ്റേ പഴയ വണ്ടിയില്ലേ, അതാണ്. അപ്പോ അങ്ങനെ തല ബോണറ്റുമ്മേൽ ഇടിച്ചിപ്പോ, ബോണറ്റുമ്മേൽ ഇടിച്ചിട്ട് ബോണറ്റ് അടക്കം ചീഞ്ഞു വരുന്നുണ്ട്. അതായത് എന്റെ തലയല്ല, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റോട് കൂടെ തല അടിച്ചിട്ട് ബോണറ്റ് അടക്കം ചീഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന്, എന്തോ പടച്ചോന്റെ എന്തോ കാവല്, ഈ ബിസിനസ്സിലൂടെ ഞാൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നും, അത് നമ്മൾ എപ്പം പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മളെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാം, അതായത് പടച്ചോ നമ്മളെ കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പെർഫോമൻസ് ബോണസ് അടിക്കുന്നില്ല ആ തീരുമാനം എടുത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കൊന്നും പറ്റാണ്ട് നിന്നിട്ടുണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ ആരതോ പ്രാർത്ഥനയോ, അല്ല ടീമിലുള്ള ആരെയോ പ്രാർത്ഥനയോ, അതുകൊണ്ടൊക്കെ ഒക്കെ ആയിരിക്കാം എനിക്കതൊന്നും പറ്റാണ്ടുണ്ടാവുക. പക്ഷെ വണ്ടിക്ക് നല്ല രീതിയിൽ പറ്റി. അങ്ങനെ വണ്ടി മുമ്പിൽ മൊത്തം പോയി. അപ്പൊ അങ്ങനെ എന്നെ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഞാക്കേട് പറഞ്ഞു കൊടുക്കുകയാണ് ആര്, ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അതായത് വായിക്കേട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇന്ത്യക്കാരാണ്ട് കയറ്റിയ വ്യക്തി. ഇപ്പൊ എന്നോട് പറയാം, എന്ത് നോക്കിയിട്ടാ ഓടിക്കുന്നത്, അങ്ങനെ എന്റെ ഭാഗത്തല്ല സത്യത്തിൽ തെറ്റ്, ഞാൻ കുറച്ച് സ്പീഡിലാന്നുള്ളത് കാര്യം. അപ്പൊ ഏത് വരുത്താ വരുന്നതെന്ന് ചോദിച്ച് ഭയങ്കര ചൂടാവല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പാട് പേടിച്ചു വരുന്നുണ്ട് ആക്സിഡന്റ് ആയിട്ട്. ഇപ്പൊ എനിക്കിത് തിരിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അന്നേരം തന്നെ ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിലുള്ള 1-2 ലീഡേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ടുണ്ട്, അപ്പൊ ഒന്നിങ്ങോട്ട് വരുമെന്ന്. അപ്പോ എന്നോട് ചോദിച്ചു എങ്ങനെ ആക്സിഡന്റ് ആയെന്നല്ല. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു കൊടുത്ത്, ഞാൻ എന്റെ ഭാഗത്തല്ല തെറ്റി, ഇന്ത്യക്കാരുടെ കയറ്റിയ. അപ്പോ ഈ വ്യക്തി എന്നെ വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് അങ്ങോട്ടേക്കൊന്നും പറയാനില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചൂടാന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് എന്റെ ഒരു XUV വണ്ടി വന്ന് അവിടെ നിർത്തി. അതിൽ നിന്ന് കുറെ താടിയില്ലാത്ത മീശ മാത്രം വെച്ച കുറെ ആളുകൾ ഇറങ്ങി വന്നു, എന്ന് പറഞ്ഞാൽ നമ്മളെ ലീഡേഴ്സ് ഇറങ്ങി വന്നു. കൂടെ തന്നെ ഒരു 2-3 ലേഡീസും, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലേഡീസും ഇറങ്ങി വന്നു. എന്നിട്ട് ഇവര് വിചാരിക്കുന്നത് എന്താ, ഞാൻ വിളിച്ചിട്ട് ഏതോ പോലീസുകാരട്ടം വന്നതാ. കാരണം എന്താ, താടി ഇല്ലാണ്ട് മീശ മാത്രം വെച്ച് ആരായിരിക്കും, പോലീസുകാരായിരിക്കില്ല. ഇപ്പൊ ഇവൻ അപ്പാട് പേടിച്ച് ഇവരെല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചു എന്താടാന്ന് ചോദിച്ചു. അപ്പോ എന്നോട് ചോദിച്ചു എന്താ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറേ, ആക്സിഡന്റ് ആയതാ. അപ്പൊ ഓനോട് ചോദിച്ചു എന്തേലും പ്രശ്നം എന്തേലും ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ല ആക്സിഡന്റ് ആയതാ, മൂപ്പര് ഭയങ്കര സ്പീഡിലാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവർ ഇന്ത്യക്കാർ എടുക്കില്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഓരോടായി വർത്താനം. കാരണം എന്താ, നമ്മളെ ലീഡേഴ്സ് ആണല്ലോ, നമ്മുടെ ഭാഗത്ത് നിന്നല്ലേ സംസാരിക്കും. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുമില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു കുറച്ചൊരു പൈസ, അതായത് വണ്ടി ആക്സിഡന്റ് ആയതാണല്ലോ, അപ്പൊ ചെറിയൊരു പൈസ ഒക്കെ അവിടെ നിന്ന് മേടിച്ചു തന്നു. അങ്ങനെ വണ്ടി അന്നേരം തന്നെ ഒരു ലോറി വിളിച്ച് അങ്ങനെ തന്നെ അവിടെ അടുത്ത് തന്നെ ഷോറൂം ഉണ്ടായിരുന്നു, ഷോറൂമിൽ കൊണ്ടുപോയി. ഷോറൂമിൽ കൊണ്ടുപോയ സമയത്ത് എന്നോട് ഇൻഷുറൻസ് 2 ദിവസം മുമ്പെയാണ് അവസാനിച്ചത്. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ അത് നന്നാക്കാൻ. അപ്പോൾ അവിടെ കൊടുത്തു. അന്നേരം പറഞ്ഞിങ്ങനെ വണ്ടി ഇത്ര പൈസയാവും, പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്തതിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ഇത് റെഡിയാക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞാൽ പിന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് എന്തായാലും റെഡി ആയിക്കോ, കാരണം ഞാൻ എന്തായാലും പൈസ സെറ്റ് ആക്കിയിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു. കാരണം പെർഫോമൻസ് ബോണസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ വണ്ടി കൊടുത്തു, തിരിച്ച് നാട്ടിലേക്ക് വന്നു. നോർമൽ ആണെങ്കിൽ നമുക്കറിയാലേ, പെർഫോമൻസ് പിടിക്കണം എന്നുള്ള വലിയ ലക്ഷ്യമെല്ലാം കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പൊ നോർമലാണെങ്കിൽ ഞാൻ എന്താക്കും, വണ്ടിയും കൊണ്ട് വർക്കിനൊക്കെ പോകും, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. പക്ഷെ ഇത് വലിയ തീരുമാനം എടുത്തു പോയി, വലിയ ഡയലോഗ് അടിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ, നമീർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പെർഫോമൻസ് ബോണസ് എല്ലാം അടിക്കുന്നു പറഞ്ഞിട്ടാണ് വലിയ ഡയലോഗ് അടിച്ചിട്ട് പ്രോഗ്രാം എന്ന് ഇറങ്ങി വന്നത്. ഇനി പെർഫോമൻസ് അടിച്ചെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം എന്താ, എന്ത് വില കൊടുത്തിട്ട് പെർഫോമൻസ് അടിക്കണം. പക്ഷെ എന്തില്ല, വണ്ടിയില്ല. പിറ്റേ ദിവസം മുതൽ എന്താക്കണോ, ബസ്സിലൊക്കെ വർക്കിന് പോകണം. പക്ഷെ ഞാൻ അന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എന്തായാലും പെർഫോമൻസ് ബോണസ് അടിക്കണം എന്നുള്ളത്. അങ്ങനെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ബസ്സിലും അതുപോലെ തന്നെ ലീഡേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബൈക്കിലൊക്കെ വർക്കിന് പോയി, വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്തു. അതുവരെ ഞാൻ ബൈക്ക് ഉണ്ടെങ്കിലും ഞാൻ ആ ലെവലിലേക്ക് ഒരു വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു ലക്ഷ്യം വന്നു, എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബോണസ് അടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വന്നു. അങ്ങനെ വളരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു മാസം ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്നും പെർഫോമൻസ് ബോണസ് അച്ചീവർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പക്ക ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ 31 ആയിട്ടേ ഉള്ളൂ അല്ലേ, ഇപ്പൊ സമയമുണ്ട്. അപ്പൊ അങ്ങനെ പെർഫോമൻസ് ബോണസ് അടിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ആ മാസം പെർഫോമൻസ് അടിച്ചതുകൊണ്ട് എനിക്കൊരു വിശ്വാസം വന്നു പെർഫോമൻസ് ബോണസ് അടിക്കാന്നുള്ളത്. അങ്ങനെ DTC പെർഫോമൻസ് അടിച്ചിട്ടുണ്ട്, പിന്നെ ZTC പെർഫോമൻസ് അടിച്ചിട്ടുണ്ട്, പിന്നെ STC അടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ഏകദേശം എല്ലാ റാങ്കും, ഇപ്പൊ RTC അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എല്ലാ റാങ്കും പെർഫോമൻസ് ബോണസ്
അടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ പെർഫോമൻസ് അടിക്കാനായിരുന്നു തീരുമാനം എടുക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാലേ പെർഫോമൻസ് ഒന്നും വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ലീഡർ ഉമ്മർ ഉസ്താദ് എല്ലാം വന്ന് ഇപ്പൊ 2-2.5 കൊല്ലമായിട്ട് ഒരു മാസം പോലും എന്താ പറയുക ഒഴിവായി പോകാതെ എല്ലാ മാസവും പെർഫോമൻസ് അടിക്കുന്ന ഒരു ലീഡറാണ് നമ്മുടെ ഉമ്മർ ഉസ്താദ്. എനിക്ക് സത്യത്തിൽ വലിയൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ലീഡറാണ്. ഒരുപാട് ലീഡേഴ്സ് അങ്ങനത്തെ ഈ ഒരു ഇതിലുണ്ട്. കഴിഞ്ഞ മാസം എല്ലാം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അയ്യൂബ് സാറും പെർഫോമൻസ് ബോണസ് ആണെന്ന് തോന്നുന്നു. കാരണം അയ്യൂബ് സാറിന്റെ സ്റ്റാറ്റിക്കൊന്നും പറ്റാണ്ട് എന്നെ ഇങ്ങനെ നിപ്പിച്ചത് എന്തുകൊണ്ടാ? നമ്മളെ ലോകം നമ്മളെ കൂടെ നിന്നതാണ്. എന്തുകൊണ്ട്? ചിലപ്പോ അന്നത്തെ ആക്സിഡന്റിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പരിക്ക് പറ്റണ്ടായിരിക്കും. പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പല എന്താ പറയുക പ്രതിസന്ധികൾക്കും നമ്മളെ തളർത്താൻ പറ്റൂല. നമ്മൾ വളരെ ശക്തമായിട്ട് ഇറങ്ങുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ റാങ്കുകളും നിങ്ങൾ വെച്ചിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം പറഞ്ഞു തീർക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് മാസം പെർഫോമൻസ് അടിക്കാൻ പറ്റണം. അങ്ങനെ STC റാങ്കിൽ എത്തിയ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തതാണ്, എന്തായാലും ഒരു കാറിലേക്ക് മാറണം എന്നുള്ളത്. അങ്ങനെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നവംബർ മാസം ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു ഹൂണ്ടായിന്റെ വെന്യൂ എന്ന് പറയുന്ന വെഹിക്കിൾ ഏകദേശം 11 ലക്ഷം റുപ്യ അടുത്ത് വില വരുന്ന ഒരു ഹൂണ്ടായിന്റെ വെന്യൂ എന്ന് പറയുന്ന വണ്ടി ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. ഒരു കാർ സ്വന്തമാക്കാൻ പറ്റി. അപ്പൊ നോർമൽ ഒരാൾ കാർ എടുത്തു കഴിഞ്ഞാൽ ചിലവിലൊന്നും ചുരുക്കി പിടിക്കില്ല. കാരണം എന്താ? വണ്ടി കണ്ണടിക്കണം, അതുപോലെ തന്നെ എന്താ പറയാ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം, അതുകൊണ്ട് ചിലവ് ചുരുക്കി പിടിക്കും. അപ്പൊ നമുക്കറിയാലേ നോർമലി ഞാനങ്ങനെ ആരെയും തെറ്റ് പറയുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആളുകളെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നോർമലി ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അല്ലെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പൊ ടീച്ചർമാരൊക്കെ ഞാൻ കൂടുതലും കാണുന്നതാണ്. ഇവരൊക്കെ കാർ എടുക്കും, ഒരു ആൾട്ടോ 800 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർ എടുക്കും. ഞാൻ മോശമായിട്ട് പറയുന്നതല്ല കേട്ടാ, അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ കാർ എടുക്കും. കാർ എടുത്തതിന് ശേഷം കാറിന്റെ കൂടെ തന്നെ എന്തും കൂടെ എടുക്കും, ഒരു പൊത്തുന്ന അതായത് മൂടുന്ന ഒരു ഇതും കൂടെ എടുക്കും. എന്ത്? അത് വണ്ടി മൂടുന്ന ഒരു കവറും കൂടെ എടുക്കും. എന്നിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ മറ്റേ സീരിയൽ എല്ലാം പോലെയാ, തിങ്കൾ മുതൽ വെള്ളി വരെ വീട്ടിൽ കാർപോർച്ചിൽ എന്തുണ്ടാവും? ഈ വണ്ടി ഉണ്ടാവും. ശനിയാഴ്ച ഞായറാഴ്ച ഒന്ന് ഫാമിലിനൊക്കെ കൂട്ടി ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോകും. അന്ന് കുറച്ച് എണ്ണ അടിച്ചിട്ട് വീട്ടിലിടും. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ലീവ് ആയിരിക്കും. ഏത്? വണ്ടി ഓടുകയേ ഇല്ല എന്ന് പറഞ്ഞോട് ചിലവെല്ലാം ചുരുക്കി പിടിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ബിസിനസ്സിലാണ് വന്നത്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു ബിസിനസ്സുകാരനാണെന്നുള്ളത് നമുക്കറിയാം. എന്നാലും നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരങ്ങളൊന്ന് നോക്കി നോക്ക്. എന്തെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവരെന്നാ ചെയ്യുക? ഇവരൊരു ആൾട്ടോ 800 എടുക്കുകയല്ല, ഇവര് നല്ലൊരു ഇന്നോവ ക്രിസ്റ്റോ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കും. വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇവര് വീട്ടിൽ വെക്കുമോ? ഒരിക്കലും വെക്കൂല. ഇവര് ഇതെടുത്തിട്ടാണ് ബിസിനസ്സിനും അതുപോലെ തന്നെ ഇവരെ കാര്യങ്ങൾക്കൊക്കെ ഇവര് പോകും. എന്തുകൊണ്ടാ? ഈ വണ്ടി എടുത്തിട്ടായിരിക്കും. അപ്പൊ അതാണ് ബിസിനസ്സുകാരും സാധാരണ ജോലിക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ എനിക്കറിയാം ഞാനൊരു ബിസിനസ്സുകാരനാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് ഏകദേശം ഒരാഴ്ചക്ക് ശേഷം ഈ ഒരു ബിസിനസ്സിലൂടെ തന്നെ ഒരു ഐഫോണിന്റെ 60 എന്ന് പറയുന്ന ഫോൺ എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തം ഏകദേശം 90,000 റുപ്യ വില വരുന്നുണ്ട്. 256 ആണ് ആ സമയത്ത്. 90,000 റുപ്യ വില വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫോൺ ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ പറ്റി. ആ ഒരു ഫോണിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഇലക്ട്രിക്കിന്റെ വണ്ടി എടുക്കണം എന്നുള്ളത്. അങ്ങനെ വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ ഇറക്കി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഒരു ഇലക്ട്രിക്കിന്റെ ഏതറിന്റെ ഒരു വണ്ടി ഏകദേശം 2 ലക്ഷം റുപ്യന്റെ അടുത്ത് വില വരുന്ന 1.85 ആണ് കറക്റ്റ് റേറ്റ് വരുന്നത്. പിന്നെ ഇൻഷുറൻസിലടക്കം 1.95 റുപ്യന്റെ അടുത്ത് വരും. അപ്പോൾ ഏകദേശം 2 ലക്ഷം റുപ്യന്റെ അടുത്ത് വില വരുന്ന ഒരു ഏതറിന്റെ ഒരു സ്കൂട്ടി ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ മാറ്റം, എന്റെ പഴയ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ റസീന മേഡത്തിന് ഇന്ന് അയച്ചു തരാം. അതായത് പഴയ ഒരു ഫോട്ടോ പുതിയ ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പണ്ട് മുടിയെല്ലാം ഇങ്ങനെയാണ് ഉണ്ടായാലും അധിക സമയം കെട്ടിയൊക്കെ വെച്ചിട്ടാണ് വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഷംസി സർ അങ്ങനെ തന്നെയാ. ഷംസി സർ വിസിറ്റിൽ വരുന്ന സമയത്ത് മുടിയെല്ലാം ഇങ്ങനെ കെട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഞാനൊക്കെ മാറി. നമ്മളൊരു വൃത്തിയിൽ ഒന്നുമില്ലെങ്കിൽ ആളുകൾ കാണുന്ന സമയത്ത് നല്ല മോനാന്ന് പറയുന്ന രീതിയിലെങ്കിലും മാറാൻ വേണ്ടി പറ്റി. പല ലെവലിലേക്ക് മാറാൻ പറ്റി. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ മാറ്റം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു സംഗതി എനിക്ക് കിട്ടി. പണ്ടൊന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പണ്ട് എനിക്ക് ബഹുമാനം വളരെ കുറവായിരുന്നു. ഇപ്പൊ വലിയൊരുത്തര വരുന്നതാണെങ്കിൽ ഞാൻ എണീച്ചു നിൽക്കൂല. കാരണം ഇതെന്തിനാ എണീച്ചിരിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എന്റെ. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നതിനെ കൊണ്ട് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒക്കെ മാറി. ഇന്ന് ആളുകളെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ഇപ്പോ ഇന്നൊരു സത്യം പറഞ്ഞ ഒരു ബോധം വന്നു, അത്ര തന്നെ. ഇപ്പൊ ഈ ലെവലിലേക്ക് മാറാൻ പറ്റി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ,
നമുക്കറിയില്ലേ, നമ്മള് പല സാഹചര്യത്തിലൂടെ നമ്മളിപ്പം വിചാരിക്കും ഇത് ഇവനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഇതിലിപ്പം കാണുന്ന STC RTC ലീഡേഴ്സിനൊക്കെ നിങ്ങൾ അല്ലെ NTC ലീഡേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇവർക്കെല്ലാം പറ്റും, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള രീതിയിലേക്ക് പലരും പറയാറുണ്ട്. അപ്പോൾ നോർമലി ഇപ്പോൾ ലേഡീസിനൊക്കെ പറ്റി, കൂടുതൽ ലേഡീസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടല്ലേ, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ലേഡീസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇവരൊക്കെ കല്യാണം കഴിയുന്നതിനൊക്കെ മുമ്പ് വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുന്നുണ്ടാകുക. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഇനിയിപ്പോ എന്തായാലും ജീവിതം ഇങ്ങനെയെല്ലാം അങ്ങ് പോക്കെ ഉണ്ടാവും എന്നുള്ള ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു സംഗതി പറയാണ്. അതുപോലെ തന്നെ ജെൻസ് ആണെങ്കിൽ പണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളോട് ചെറിയ മക്കളോടെല്ലാം ചോദിച്ചു നോക്കുക എന്ത് നിങ്ങൾക്ക് ഏത് കാറാണ് എടുക്കേണ്ടത്, നിങ്ങളെ മക്കളോട്, ചെറിയ മക്കളുണ്ടല്ലോ 5 വയസ്സ് 6 വയസ്സ് അല്ലെങ്കിൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളോട് നിങ്ങളോട് ചോദിച്ചു ഏത് കാറാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരാരെങ്കിലും ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് ആൾട്ടോ ഓണർ എടുക്കണമെന്ന് ആരെങ്കിലും പറയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ എനിക്കൊരു സ്വിഫ്റ്റ് എടുക്കണമെന്ന് ഏതെങ്കിലും കുട്ടികൾ പറയോ? ഇല്ല. ഓരെന്താ പറയാ? ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് BMW വേണം, അല്ലെ ബെൻസ് വേണം, അല്ലെ നമ്മൾ പോലും ഇതുവരെ കേൾക്കാത്ത കാറിന്റെ പേരാ പറയാ, അല്ലെ റോൾസ് റോയ്സ് വേണോ, അല്ലെങ്കിൽ എന്താ പറയാ ബെറ്റ്നി വേണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാറുകളുടെ പേരാണ് അവരെന്തൊക്കെ പറയാ, അല്ലെ? അല്ലെങ്കിൽ റേഞ്ചർ റോവർ വേണം, ലാൻഡ് റോവർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വണ്ടീന്റെ പേരാണ് അവർ പറയാ. പക്ഷെ നേരെ തിരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10-22 വയസ്സുള്ള ഒരു കുട്ടി എന്താ പറയുക, ഒരു പഠനമെല്ലാം കഴിഞ്ഞ് ഒരു 10-22 വയസ്സ് പഠനമെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ഒരു മകൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മകനോട്, ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യുന്ന മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന മകനോടല്ലേ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എനിക്ക് പോകുന്ന ഒരു മോനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, മോനെ എനിക്ക് ഏത് കാർ, എനിക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കാർ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അവൻ പറയൂ വണ്ടി എടുക്കണം എന്നല്ല, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൈക്കിന്റെ പേര് പറയും, ഒരു R15 എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടി എടുക്കണമെന്നാണ് ഇവർ പറയാം. കാരണം ഇവരെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറും. കാരണം ജോലിക്ക് പോയിട്ട് ഇവർക്ക് മനസ്സിലാവും ഇതൊന്നല്ല ലോകം. കുട്ടികളെ ഫുൾ മോട്ടിവേഷൻ അല്ല കുട്ടികളുണ്ടാവും, പക്ഷെ ഇവര് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം എത്ര പൈസ കിട്ടുന്നുള്ളതും ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയാം. അങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരും പണ്ട് പണ്ട് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, പൈലറ്റ് ആവണം, അല്ലെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്നെല്ലാം പറയും. പക്ഷെ ഇവര് കുറച്ചും കൂടെ പഠിച്ചൊരു +2 എല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ അവര് മെല്ലെ മെല്ലെ കുറക്കും, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് ആണ്. അപ്പോ ചെറിയൊരു കഥ ഞാൻ പറയാം. കഥ നടക്കുന്നത് കുറെയാണ്, പണ്ടാണ് കഥ നടക്കുന്നത്. പണ്ട് കേരളത്തില് ചെറിയൊരു നാട്ടുരാജ്യമാണ്, വലിയ രാജ്യം എന്നല്ല, ഒരു ചെറിയൊരു നാട്ടുരാജ്യം. ഈ ഒരു നാട്ടുരാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോ രാജാവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള ഒരു രാജാവാണ്. ഈ രാജാവിന് ഒരു മകൻ ഉണ്ടായിരുന്നു. അപ്പൊ മകന്റെ 5ാം വയസ്സിൽ, അതായത് മകന്റെ 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് അച്ഛന് ഈ രാജാവ് എന്താക്കി ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഒരു ആനക്കുട്ടീനെയാണ് ഗിഫ്റ്റ് കൊടുത്തത്. നമ്മളെ നാട്ടിൽ അല്ലെ നമുക്ക് ആനക്കുട്ടി, ആന അറിഞ്ഞൂടാ തരില്ലല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഒരു ആനേനെയാണ് ആര് കൊടുത്തത്? ഈ ഉപ്പ അല്ലെങ്കിൽ ഈ രാജാവ് മോനിക്ക് കൊടുത്തത്, മകന് കൊടുത്തത്. അങ്ങനെ ഈ മകന് ചെറുപ്പം മുതലേ ഈ ആനേന്റെ കൂടെ തന്നെ കളിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ മകന്. അപ്പൊ ഈ ആനനെ ഭയങ്കര ഇഷ്ടമാണ്. ആനക്കൊരു പേര് ഇവനിട്ട് അർജുൻ എന്നാണ് ആനക്ക് പേരിട്ടത്. ഓക്കെ, എല്ലാവരും ക്ലിയർ ആകുന്നില്ലല്ലേ? ഓക്കെ. അങ്ങനെ അർജുന് വളരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അർജുൻ നല്ല രീതിയിൽ വളർന്ന ഒരു വലിയൊരു ആനയായി. അർജുൻ വളരുമ്പോൾ തന്നെ ആരും കൂടെ വളരും? ഈ കുട്ടിയും കൂടെ വളരുമല്ലോ, രാജകുമാരനും കൂടെ വളരുമല്ലോ. അങ്ങനെ രാജകുമാരനും കൂടെ വളർന്ന്, പക്ഷെ ഈ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും ഇല്ലാത്ത അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിട്ട് ഈ രാജ്യം ഒന്ന് വികസിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ 2-3 രാജ്യത്ത് പോയി യുദ്ധം ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഈ രാജ്യം വലുതാക്കണമെന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ യുദ്ധമൊന്നും അങ്ങനെ ചെയ്യൂല ഈ രാജാവ്. ഇങ്ങനെല്ലാം അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ രാജാവിന്. അപ്പോ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. രാജാവിന് പ്രായമാവുമല്ലോ. അങ്ങനെ രാജാവിന് 80-85 വയസ്സൊക്കെ ആയ സമയത്ത് രാജാവ് പറയാണ്, ഇനി ഞാൻ ഈ ഭൂമിയിൽ അധിക കാലം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായിക്കോ, ഈ എന്റെ ഈ രാജ ഇതുണ്ടല്ലോ സിംഹാസനം, അല്ലെങ്കിൽ ഈ രാജപദവി എന്റെ മകന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മകന് ഈ രാജപദവി ഏൽപ്പിക്കുകയാണ്. പക്ഷെ ഈ രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ മകന്റെ മൈൻഡ് സെറ്റ് ഭയങ്കര മൈൻഡ് സെറ്റാണ്. മകന്റെ ആഗ്രഹം വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കുന്നുണ്ട്. ഈ മകനുണ്ട് എനിക്ക് ഈ രാജ്യത്തിനൊന്ന് വികസിപ്പിക്കണം എന്നും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നും, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ഈ രാജ്യത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമാക്കണം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് ആര്? ഈ മകൻ എന്ന് പറയുന്നത്. അങ്ങനെ മകൻ എന്താക്കാൻ വേണ്ടി തുടങ്ങി, പിറ്റേ ദിവസം മുതൽ യുദ്ധം തുടങ്ങി. അത് പല രാജ്യങ്ങളിലും പോവും, അവിടെ നിന്നൊക്കെ യുദ്ധം ചെയ്യും, എന്നിട്ട് അതൊക്കെ വെട്ടിപ്പിടിക്കും. പക്ഷെ ഏത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ രാജാവിനെ ഈ യുദ്ധങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്? അർജുൻ എന്ന് പറയുന്ന നമ്മളെ ആനയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുന്റെ പുറത്ത്
എന്താ പറയാ അർജുന്റെ എന്താ പറയാ മുതുകിൽ കയറി, അല്ലെങ്കിൽ അർജുന്റെ പുറത്താണ് നമ്മുടെ രാജാവ് സഞ്ചരിക്കുക. അർജുനാണ് രാജാവിന്റെ വാഹനം എന്ന് പറഞ്ഞാൽ. ഇപ്പോ അർജുന്റെ ഇതിലാണ് സഞ്ചരിക്കുക. അപ്പോ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രു രാജ്യത്തെ ടീം ഇങ്ങനെ, അതായത് ഭടന്മാർ ഓടി വരും വാളക്കേറ്റ്. അന്നേരം എന്താക്കും, നമ്മൾ അർജുന് ഇങ്ങനെ തന്നെ ഈ ഇവരുണ്ടല്ലോ ശത്രു രാജ്യത്തെ ഭടന്മാരെ ഇങ്ങനെ തന്നെ നമ്മളെ തുമ്പിക്കൈനെ കൊണ്ട് ചുരുട്ടി കൂട്ടിയിട്ട് നിലത്തടിച്ചിട്ട് ചവിട്ടി കൊന്നാടും. രാജാവിന്റെ അടുത്തേക്ക് ആരെ എന്താക്കൂല, രാജാവിനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ഒരാളെ എന്താക്കൂല, അടുപ്പിക്കൂല. ആര്, നമ്മളെ ഈ ഒരു അർജുൻ എന്ന് പറയുന്നത് നമ്മൾ ആന. അപ്പൊ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് രാജ്യങ്ങളെ എന്താക്കി, ഈ നമ്മളെ ഈ രാജാവ് ഒരുപാട് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ആര് മാറി, ഈ രാജാവ് ഭരിക്കുന്ന രാജ്യം മാറി. പല രാജ്യങ്ങളും പിടിച്ചെടുത്ത് അങ്ങനെ വലിയൊരു രാജ്യമായിട്ട് മാറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാജാവിന് ഒരു കാര്യം മനസ്സിലായത്. എനക്കെന്തായാലും പ്രായമായി തുടങ്ങി. കാരണം ഒരു രാജാവിന് ഒരു 10-40 വയസ്സൊക്കെ ആയ സമയത്ത് രാജാവിന് മനസ്സിലാണ് എനക്കെന്തായാലും പ്രായമായി തുടങ്ങി, ഇനി എന്താക്കാൻ പറ്റൂല, എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, പ്രായമായല്ലോ. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി, രാജാവേ നിങ്ങൾക്ക് പ്രായമായേ, ഇനി യുദ്ധമൊന്നും ചെയ്യരുതേ. കാരണം എന്താ, ഇനി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ശത്രു രാജ്യം വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ട് മെല്ലെ യുദ്ധം നിർത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് യുദ്ധമൊക്കെ നിർത്തി വീട്ടിൽ തന്നെ ഒരു സ്വൈര്യ ജീവിതം എന്നുള്ള രീതിയിലേക്ക് നയിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ രാജാവിന് മനസ്സിലായി എനിക്ക് മാത്രമല്ലല്ലോ പ്രായമായത്, ആർക്കും പ്രായമായിട്ടുണ്ട്, ആനക്കും പ്രായമായിട്ടുണ്ടല്ലോ. അപ്പൊ ആനേനെ എന്താക്കി, അർജുനെ അതായത് കൊട്ടാരത്തിൽ നല്ലൊരു ഷെഡൊക്കെ കെട്ടി അതിലേക്ക് നമ്മൾ അർജുനെ ആക്കി. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. ഇടക്കിടക്ക് നാട്ടിലുള്ള ഭടന്മാരൊക്കെ നാട്ടിലുള്ള ആളുകളൊക്കെ ആരെ കാണാൻ വേണ്ടി വരും, ഈ രാജ്യത്തുള്ള എല്ലാവരും ഇടക്കിടക്ക് ആരെ കാണാൻ വേണ്ടി വരും, രാജാവിനെയും കാണാൻ വേണ്ടി വരും, അതുപോലെ തന്നെ നമ്മുടെ അർജുനെ കാണാൻ വേണ്ടി വരും. കാരണം എന്താ, ഈ രാജ്യത്തിന്റെ ചിഹ്നം തന്നെ അർജുന. കാരണം എന്താ, എല്ലാ യുദ്ധത്തിനും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ആനയാണ് നമ്മുടെ അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ അർജുനെ കാണാൻ എല്ലാവരും ഇങ്ങനെ വരും, നാട്ടിലുള്ള ആളുകളൊക്കെ വരും, എന്റെ അർജുനോട് കളിക്കുകയൊക്കെ ചെയ്യും. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അർജുന. അപ്പോൾ അർജുനോട് കളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയൂ, എങ്ങനെയുള്ള അർജുനനും ഇപ്പൊ നോക്കി നോക്ക്, ആ ശൗര്യമെല്ലാം പോയില്ലേ, ഇനി യുദ്ധമൊന്നും ചെയ്യാനാവില്ല, പ്രായമായില്ലേ അർജുന്, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അർജുന്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോയി അല്ലെ, പാവം അർജുൻ എന്ന രീതിയിലേക്ക് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പറയും. അപ്പൊ അർജുനും മനസ്സിലായി എനിക്ക് നല്ല പ്രായമായിട്ടുണ്ട്, ഇനി എനിക്കൊന്നിനും പറ്റൂല എന്നുള്ളത്. പക്ഷെ എല്ലാ മാസവും രാജാവ് നമ്മൾ അർജുനെയും കൂട്ടിയിട്ട് എവിടെ പോകും, കാട്ടില് അത് വേട്ടയാടാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ദിവസം അർജുനെയും കൂട്ടിയിട്ട് രാജാവ് വേട്ടയാടാൻ വേണ്ടി പോവാണ്. അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചതുപ്പിലേക്ക് നമ്മളെ അർജുന് താണുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് അറിഞ്ഞൂടെ, ഫുൾ ചളിയുള്ള സ്ഥലമാണ് ചതുപ്പ് എന്ന് പറയാം. ചതുപ്പിലേക്ക് ഇങ്ങനെ നടന്നു അർജുനെ നടത്തുന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ നടത്താം, ഇങ്ങനെ മന്ദം നടക്കും. കാരണം എന്താ, അർജുന് പ്രായമായിട്ടുണ്ട്. അപ്പോ ആളുകളൊക്കെ പറയുന്നുണ്ട് അർജുന് പ്രായമായിട്ടുണ്ട്, ഇനി തീരെ പറ്റാ, പഴയ ശൗര്യമൊന്നും ആയിരിക്കില്ല നമ്മൾ അർജുനില്ല. അങ്ങനെ മെല്ലെ നടക്കുന്ന സമയത്ത് അർജുന് മനസ്സിലായിട്ടില്ല എന്ത്, ഈ ചതുപ്പുണ്ട് എന്നുള്ളത്, മുമ്പിൽ ചതുപ്പ്. അങ്ങനെ നടന്ന് ചതുപ്പിലേക്ക് മൊത്തത്തില് എന്തായി പോയി, 4 കാലും ചതുപ്പിലേക്ക് ആണ്ടുപോയി. എത്ര കളിച്ചിട്ടും അർജുന് കയറാൻ വേണ്ടി പറ്റുന്നില്ല, ഇവിടുന്ന് ചതുപ്പിന്ന് കയറാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോ രാജാവ് പെട്ടെന്ന് തന്നെ അർജുന്റെ മേലെ നിന്ന് തുള്ളി ഇറങ്ങി ഭടന്മാരൊരു കയറിട്ട് കൊടുത്തിട്ട് രാജാവിനെ രക്ഷിച്ച്. പക്ഷെ അങ്ങനെ അർജുനെ രക്ഷിക്കാൻ പറ്റുമോ? കാരണം എന്താ, അർജുൻ വലിയൊരു ആനയാണ്, ആനേനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഭടന്മാരൊക്കെ കൂടി വലിയ ഒരു കയറൊക്കെ എടുത്ത് ഈ ആനന്റെ തുമ്പിക്കൈമേൽ കെട്ടിയിട്ട് ആനേനെ വലിക്കാൻ വേണ്ടി തുടങ്ങി. ജസ്റ്റ് ഒരു നായാട്ടിന് ഒരു എന്താ പറയാ, നായാട്ട് അറിഞ്ഞൂടെ, നായാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൃഗങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടി പോകൂലേ, അതിനെന്താ പറയാ, വേട്ടയാടാൻ വേണ്ടിയിട്ട്. അപ്പൊ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് രാജാവ് പോയത്. അപ്പൊ കുറച്ച് ഭടന്മാരല്ലേ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഉള്ള ഭടന്മാരൊക്കെ കൂടെ ഈ ആനനെ പിടിച്ചിട്ട് കയറ്റാൻ വേണ്ടി നോക്കി. എത്ര കളിച്ചിട്ട് എന്താക്കാൻ പറ്റുന്നില്ല, ഈ ആനനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാലോ, ആനയല്ലേ, അതും ചതുപ്പിലല്ലേ ഉള്ളത്. ഈ 40 ഭടന്മാർ വിചാരിച്ച് ആനനെ പിടിച്ച് കയറ്റാൻ പറ്റുമോ? അപ്പൊ രാജാവ് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ഭടന്മാരെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കണം, എന്നിട്ട് എല്ലാവരും കൂടെ നമുക്ക് എന്താക്കാം, നമ്മൾ അർജുനെ കെട്ടിയിട്ട് വലിച്ചിട്ട് എങ്ങനെങ്കിലും എന്താക്കണോ, ഈ ചതുപ്പിന്ന് കയറ്റണം. അപ്പോ ഈ സമയത്തൊക്കെ എന്താകുന്നുണ്ട്, നമ്മൾ അർജുന് മുങ്ങി ആണ്ട് പോകുന്നുണ്ട്. കാരണം ചതുപ്പാണല്ലോ, പെട്ടെന്ന് ആണ്ടാണ്ട് പോവല്ലോ. അപ്പൊ രാജാവ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മൾ അർജുനെ രക്ഷപ്പെടുത്തണം. കാരണം ഞാൻ എന്ത് മറുപടിയാണ് ഞാൻ നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളോട്, നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളോട് ഞാൻ എന്ത് മറുപടിയാണ് പറയാ. കാരണം അത്ര ഇഷ്ടമാണ് ഈ അർജുന എന്ന് പറഞ്ഞാൽ. ഞാൻ അർജുനെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇതൊക്കെ ആര് ചോദിക്കുന്നുണ്ട്, രാജാവ് ചോദിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും നമ്മളെ ആരെ രക്ഷിക്കണം, അർജുനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഭടന്മാർ, ഒരു ദൂതനെ അയച്ച് ദൂതനെ കൊട്ടാരത്തിൽ പോയിട്ട് കുറച്ചും കൂടെ ഭടന്മാരെ കൂട്ടിയിട്ട് എവിടത്തേക്ക് വന്നു, ഈ കാട്ടിലേക്ക് വന്നു. അങ്ങനെ എല്ലാ ഭടന്മാരും കൂടെ ഇതിനെ പിടിച്ച് അതായത് കയറ് കെട്ടി വലിക്കാൻ വേണ്ടി തുടങ്ങി. എത്ര കളിച്ചിട്ട് എന്താകുന്നില്ല, നമ്മൾ അർജുനെ കയറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താ, ആനയാണ്, അതുപോലെ തന്നെ ചതുപ്പിൽ മുങ്ങിപ്പോയതാ. നമ്മളെ മനുഷ്യന്മാരെ
100 ആളുകൾ വിചാരിച്ചാൽ കയറ്റാൻ പറ്റുമോ? ഒരിക്കലും കയറ്റാൻ പറ്റില്ല. ഒരുപാട് നേരം എഫേർട്ട് എടുത്ത് എന്നിട്ടൊന്നും എന്താക്കാൻ പറ്റുന്നില്ല, കയറ്റാൻ പറ്റുന്നില്ല. അവസാനം രാജാവ് പറഞ്ഞു ഇനി എന്തായാലും ഒരു രക്ഷയില്ല, ഈ കാട്ടില് നമ്മളെ ആരാ ഉപേക്ഷിക്കലാ നടക്കും, അർജുന ഉപേക്ഷിക്കലാ നടക്കും. പക്ഷെ എനിക്ക് പറ്റൂല, കാരണം എന്റെ കൂടെ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന എന്നെ ഈ ലെവലിലേക്ക്, അതായത് നമ്മളെ രാജ്യത്തിന് ഈ ലെവലിലേക്ക് എത്തിച്ചുള്ള അർജുനാണ്, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ രാജാവ് കരച്ചിലോടെ കരച്ചില്ല. കാരണം എന്താ, രാജാവിന് അത്രയും ഇഷ്ടമാണ് ആരാ, നമ്മൾ അർജുൻ എന്ന് പറയുന്ന ഈ ഒരു ആനേന. അപ്പോ അങ്ങനെ രാജാവ് പറയാണ് എന്തെങ്കിലും ആക്കിയിട്ട് രക്ഷപ്പെടുത്തണം, നമുക്ക് കുറച്ച് കുങ്കിയാനകളെ ഇറക്കാന്ന് പറഞ്ഞു. കുങ്കിയാനകൾ അറിഞ്ഞൂടെ, നമ്മളെ അരിക്കൊമ്പനെല്ലാം വാർത്തയുള്ള സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, അരിക്കൊമ്പനെ തളക്കാൻ വേണ്ടിയിട്ട് ആരാ വന്നത്, കുങ്കിയാനകളാ വന്നത്. കുങ്കിയാനകൾ എന്ന് പറഞ്ഞാൽ ആനനെ തളക്കാനും അതുപോലെ ആനകളെ രക്ഷപ്പെടുത്താനും വേണ്ടി വരുന്ന ആനകൾക്കാണ് കുങ്കിയാനകൾ എന്ന് പറയും. അങ്ങനെ കർണാടകയിൽ നിന്നാണല്ലോ നോർമലി കുങ്കിയാനകളെ ഇറക്കുക. അപ്പോൾ കർണാടകയിൽ നിന്ന് കുറച്ച് കുങ്കിയാനകളെ എങ്ങോട്ടേക്ക് ഇറക്കി, ഈ രാജാവ് കാട്ടിലേക്ക് ഇറക്കി. അങ്ങനെ കാട്ടിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ട് വലിച്ചു കയറ്റാൻ വേണ്ടി തുടങ്ങി. എത്ര കുങ്കിയാനകൾ ശ്രമിച്ചിട്ടും ആരെ കയറ്റാൻ പറ്റുന്നില്ല, നമ്മൾ അർജുനെ കയറ്റാൻ പറ്റുന്നില്ല. കാരണം സാധാരണ ഒരു കുയിലൊക്കെ വീണ് പോയൊരു ആനയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ കുങ്കിയാനകളെ കൊണ്ട് കയറ്റാൻ പറ്റും. പക്ഷെ ഇത് ചതുപ്പിലായത് കൊണ്ട് തന്നെ എത്ര വലിച്ചിട്ടും എത്ര എഫേർട്ട് എടുത്തിട്ടും നമ്മളെ കുങ്കിയാനകൾക്ക് ഈ ആനനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോവാണ്. നമ്മളെ അർജുൻ എന്താ ആണ്ട് അത് മുങ്ങി പോകുന്നുണ്ട് എന്തില്, ഈ ചതുപ്പിലേക്ക്. അപ്പോ രാജാവ് ഇരുന്ന് കരയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അവസാന രാജാവ് ഒറ്റ കാര്യം പറഞ്ഞു, ഈ ഇതില്, അതായത് ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി നമ്മുടെ കൊട്ടാരത്തിലുള്ള മന്ത്രിയാണ്. എത്രയും പെട്ടെന്ന് നമ്മളെ മന്ത്രിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം മന്ത്രിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനെ രക്ഷപ്പെടുത്തും. അപ്പോൾ മന്ത്രിനെ വിളിച്ച് മന്ത്രി കാട്ടിൽ വന്ന് കുറെ നേരം ഇങ്ങനെ ചിന്തിച്ച്, അധികം സമയം എടുക്കൂല കേട്ടോ, പെട്ടെന്ന് കഴിയും, 40 ബൈക്കിലിടും, 52 നിർത്തും. അപ്പോ അങ്ങനെ എവിടത്തേക്ക്, കാട്ടിലേക്ക് നമ്മളെ മന്ത്രി എത്തിയിട്ട് കുറെ നേരം ആലോചിച്ചിട്ട് മന്ത്രി പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലുള്ള മുഴുവൻ മൊത്തം ഭടന്മാരെ ഈ കാട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം ഭടന്മാരും, കൊട്ടാരത്തിലേക്കുള്ള മൊത്തം ഭടന്മാരും അതും യുദ്ധസന്നാഹങ്ങളോട് കൂടെ തന്നെ എത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് യുദ്ധസന്നാഹങ്ങളോടുകൂടെ, അതായത് വാളും പരിചയമുള്ള ആളുകളൊക്കെ വാളും പരിചയം എടുത്ത്, അതുപോലെ തന്നെ ഈ ഡ്രസ്സ്, അതായത് യുദ്ധത്തിന്റെ ഡ്രസ്സ് അറിയാലോ, പടച്ചട്ടയൊക്കെ അണിഞ്ഞിട്ട് എത്തി, ഭടന്മാരൊക്കെ എത്തി. അതുപോലെ തന്നെ കുതിരയുള്ള ഭടന്മാരൊക്കെ കുതിരേനെയും കൊണ്ടെത്തി. എന്ന് പറഞ്ഞാൽ അമ്പും ബില്ലുള്ള ഭടന്മാരൊക്കെ അമ്പും ബില്ലും കൊണ്ടെത്തി. എന്ന് പറഞ്ഞാൽ യുദ്ധസന്നാഹങ്ങളോടുകൂടെ തന്നെ ഈ കാട്ടിലേക്ക് ആരെത്തി, നമ്മുടെ എല്ലാ ഭടന്മാരും ഇവിടെ എത്തി. അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞ എത്രയും പെട്ടെന്ന് നമ്മളെ പൂജാരികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പൂജാരികളെ വിളിക്കുന്നതിനാ, നോർമൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ പൂജ ഉണ്ടാവും. അപ്പൊ പൂജ ചെയ്യാൻ വേണ്ടി ഇവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മൊത്തം അതായത് ഈ പൂജാരികളൊക്കെ ഇവിടത്തേക്ക് എത്തി, കാട്ടിലേക്ക് എത്തി. അങ്ങനെ മന്ത്രി പറഞ്ഞു പൂജ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പൂജ തുടങ്ങാൻ വേണ്ടി പൂജ അങ്ങനെ തുടങ്ങി. അങ്ങനെ പൂജ അവസാനിക്കുന്ന സമയത്ത് പൂജാരി പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മൃഗത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്തം കൊടുക്കാണ്ട് നമുക്ക് ഈ യുദ്ധം തുടങ്ങാൻ പറ്റൂല. അതങ്ങനെയാണ്, യുദ്ധം തുടങ്ങണമെങ്കിൽ രക്തം കൊടുക്കണം. അപ്പൊ പറഞ്ഞ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് നമുക്ക് ബലി അർപ്പിക്കണം, നമ്മളെ ഭദ്രകാളിക്ക് ബലി അർപ്പിക്കണം എന്നാണ്. അങ്ങനെ രാജാവ് ഭടന്മാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു ആടിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു ഒരാടിനെയും വേണ്ട, ഇന്ന് രക്തം നമ്മൾ ആടിനെ നടത്തി ഇന്ന് രക്തം കൊടുക്കുന്നില്ല, ഇന്ന് രക്തം കൊടുക്കുന്ന രാജാവിന്റെ രക്തമാണ്. അപ്പൊ രാജാവ് തന്നെ പേടിച്ചു, എന്നെ കൊന്നിട്ട് എന്റെ രക്തം കൊടുക്കുക, അതല്ല നിങ്ങൾ എന്താക്കിയാൽ മതി, നിങ്ങളെ കയ്യിൽ നിന്ന് കുറച്ച് രക്തം എടുത്തിട്ട് ഭദ്രകാളിക്ക് കൊടുത്താൽ മതി. അങ്ങനെ രാജാവ് തന്നെ സ്വന്തം കയ്യിൽ കത്തി വെച്ച് കൈ മുറിച്ചിട്ട് ആർക്ക് എന്തിനു വെച്ചു കൊടുത്ത്, ഈ ഭദ്രകാളിക്ക് രക്തം സമർപ്പിച്ച്. അങ്ങനെ യുദ്ധം തുടങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഭടന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന, കാരണം എന്താ, യുദ്ധം തുടങ്ങണമെങ്കിൽ എതിർപക്ഷത്തെ ആരെങ്കിലും വേണമല്ലോ. ഇത് നോക്കുമ്പോൾ എതിർപക്ഷത്ത് ആരുമില്ല. അപ്പൊ മന്ത്രി പറഞ്ഞ് നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യും പോലെ ആരഭിനയിച്ച്, ഈ ഭടന്മാരൊക്കെ കൂടെ അഭിനയിച്ച്. കാരണം വാളും പരിചയം തമ്മിൽ മുട്ടാൻ വേണ്ടി തുടങ്ങി. യുദ്ധത്തിന്റെ കാഹളം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്താക്കണം, ഇത് ഊതണം, അതായത് ശംഖ് ഊതണം. നിങ്ങൾ സിനിമ ഒക്കെ കാണുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ശംഖ് ഊതാൻ വേണ്ടി തുടങ്ങി. ഇത് യുദ്ധം തുടങ്ങേണ്ട കാഹളം മുഴങ്ങാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആളുകളൊക്കെ കൂടെ, അതായത് ഭടന്മാരൊക്കെ കൂടെ അട്ടൈച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഇതൊരു യുദ്ധത്തിന് നടക്കുന്ന സ്ഥലമാണെന്നാണ് മനസ്സിലാകുക. അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് നമ്മൾ അർജുൻ ഉണ്ടല്ലോ, അർജുന്റെ മുമ്പിലുള്ള രണ്ട് കാലും എടുത്തിട്ട് മെല്ലെ 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 പൊന്തിച്ച് നമ്മളെ അർജുൻ എന്ന് പറഞ്ഞ നമ്മളെ ആന ചതുപ്പിന്റെ പുറത്തേക്ക് വെച്ച്. അങ്ങനെ രണ്ടാമത്തെ മുമ്പിലുള്ള കാലും എടുത്ത് മെല്ലെ 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 വളരെ ശക്തമായിട്ട് എന്താക്കി, ഈ രണ്ട് കാലും എവിടത്തേക്ക് വെച്ച്, കരയിലേക്ക് വെച്ച്. പിന്നെ നോക്കുമ്പോണ്ട് ചളിയൊക്കെ തെറിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ ചതുപ്പിൽ മൊത്തം ചളിയായിരിക്കുമല്ലോ, ചളിയൊക്കെ തെറിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട് നമ്മൾ അർജുന് ചാടി എന്താക്കി, ഈ ചതുപ്പിന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്വന്തമായിട്ട് ആരെയും സഹായം ഇല്ലാണ്ട് ഈ അർജുൻ തന്നെ പെട്ടെന്ന് തന്നെ ഈ ചതുപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി.
അങ്ങനെ ഇത് കണ്ടു നിൽക്കുന്ന ഭടന്മാരൊക്കെ അത്ഭുതപ്പെട്ട്, രാജാവൊക്കെ അത്ഭുതം, ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം ഇതുവരെ എത്ര കളിച്ചിട്ടും ഭടന്മാർ ഇത്രയും നൂറുകണക്കിന് ഭടന്മാരെ പിടിച്ച് വലിച്ചിട്ടും ആരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ അർജുനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതിനുശേഷം കുങ്കിയാനകളെ കൊണ്ട് ശ്രമിച്ചിട്ട് എന്താക്കാൻ പറ്റിയിട്ടില്ല ഈ അർജുനെ രക്ഷപ്പെടുത്താൻ. ഒരുപാട് സമയം അർജുൻ തന്നെ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് എന്താക്കാൻ പറ്റിയിട്ടില്ല ഈ നമ്മൾ അർജുനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഇത് മന്ത്രി വന്ന് ഒരു യുദ്ധത്തിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ അർജുന് സ്വന്തമായിട്ട് തന്നെ എന്തെന്ന് കാര്യമാണ് ഈ ചതുപ്പിന്ന് കയറുകയാണ്. അങ്ങനെ ചതുപ്പിന്ന് കയറി രാജാവിന് ഭയങ്കര സന്തോഷമായി. അതായത് രാജാവിന് ഇത് കണ്ടിട്ട് സന്തോഷത്തിന്റെ കണ്ണീരൊക്കെ പൊടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മന്ത്രിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മന്ത്രി നിങ്ങളാണ് ഈ രാജ്യത്തിനെ രക്ഷപ്പെടുത്തിയത്, ഈ നമ്മളെ കരുത്തനായിട്ടുള്ള അർജുനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണ് എന്ന രീതിയിലേക്ക് ആരോട് പറഞ്ഞു? മന്ത്രിനോട് പറഞ്ഞു. അപ്പോൾ മന്ത്രിക്ക് ഇത്ര സ്വർണ്ണ നാണയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ വെച്ചൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മളെ മന്ത്രിനെ വിളിച്ച്, എന്തിന്? അർജുനെ രക്ഷപ്പെടുത്തിയാണല്ലോ. അപ്പൊ മന്ത്രിക്ക് സ്വർണ്ണ നാണയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അന്നേരം ആര് ചിരിക്കുന്നുണ്ട്? നമ്മളെ മന്ത്രി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഒരു ഇളം പുഞ്ചിരിയോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം മന്ത്രിക്കറിയാം ഇതെങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളത്. അപ്പോ രാജാവ് വിളിച്ചിട്ട് പറഞ്ഞ്, മൈക്ക് ഓണാക്കി രാജാവ് പറഞ്ഞതാ, അടുത്തതായിട്ട് നമ്മളെ മന്ത്രിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശരി. എന്ത് ട്രിക്കാണ് നമ്മൾ അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ മന്ത്രി എടുത്ത് നമുക്കൊക്കെ കേൾക്കാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ മന്ത്രി വന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ മന്ത്രി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് നിങ്ങളെല്ലാം കൂടിയാണ് ഒന്നും കഴിയാത്തവനാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞാണ് ഒന്നും ഒരു കഴിവും ഇല്ലാത്തവനായിട്ട് നമ്മൾ അർജുനെ മാറ്റിയത്. കാരണം എന്താ? നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? അർജുന്റെ അടുത്ത് വന്നിട്ട് പറയും, അർജുനെ നിനക്ക് പാവല്ലേ, എന്ത് നല്ല കഴിവുള്ള ആനയനും, ഇപ്പം നോക്കി നോക്ക് അപ്പാട് ക്ഷയിച്ചു പോയി എന്നുള്ള രീതിയിലേക്ക് നാട്ടുകാരാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാണ് അർജുന്റെ മനസ്സിലൊരു കാര്യം മനസ്സിലായത്. അർജുനും മനസ്സിലാക്കണം, എനക്കും പ്രായമായി, എനക്കൊന്നും പറ്റില്ല എന്ന രീതിയിലേക്ക് അർജുന്റെ മനസ്സിനെയാണ് നിങ്ങൾ തർത്തിയത്. ഒരിക്കലും അർജുന്റെ കഴിവിനെയോ അല്ലെങ്കിൽ അർജുന്റെ ആരോഗ്യത്തിനൊന്നും എന്താക്കിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ കൂടെ പറഞ്ഞാണ് നമ്മൾ അർജുനെ ഇങ്ങനെ ആക്കിയത്. പക്ഷെ ഈ ചതുപ്പിൽ ആണ്ടുപോയ സമയത്തും അർജുൻ മനസ്സിലാക്കുകയാണ് എനിക്ക് എന്തായാലും ഇതിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അവിടത്തേക്ക് യുദ്ധസന്നാഹങ്ങളോടുകൂടെ എല്ലാവരോടും എത്താൻ വേണ്ടി പറഞ്ഞു. അവിടെ ഒരു യുദ്ധത്തിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് അർജുന്റെ ഉള്ളിലേക്ക് ഒരു എന്തോ ഒരു വിളിയാളം പോലെ ഒരു സാധനം എത്തുകയാണ്. എന്റെ രാജ്യവും എന്റെ രാജാവും ഒരു യുദ്ധത്തിൽ പെട്ട് കിടക്കുകയാണ്, ഒരു അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, ഒരു യുദ്ധം സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഈ ചതുപ്പിന് എത്രയും പെട്ടെന്ന് ഞാൻ പുറത്ത് കിടക്കാണ്ട് എന്റെ രാജ്യത്തിനെയും എന്റെ രാജാവിനെയും രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇല്ലെങ്കിൽ ശത്രു രാജ്യം എന്താക്കും? ഈ രാജാവിനെയും രാജ്യത്തിനെയും എന്താക്കും? കൊന്നു കളയും, അതുകൊണ്ട് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചതുപ്പിന് ഞാൻ പുറത്ത് കിടക്കണം എന്നുള്ള ഒരു ഉൾവിളി ആർക്ക് കിട്ടുകയാണ്? നമ്മൾ അർജുന് കിട്ടുകയാണ്. അങ്ങനെയാണ് അർജുന് ഈ ചതുപ്പിന്നും വളരെ ശക്തമായിട്ട് പുറത്തേക്ക് കടന്നത്. വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് അർജുന് തന്നെ ആ കഴിവുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ കൂടെ പറഞ്ഞിട്ടാണ് എന്താക്കിയത്? അർജുൻ ആ കഴിവ് നോക്കിയത്. ഇതുപോലെ ആയിരിക്കും നമ്മൾ പലരും. നമ്മളോട് പണ്ടേ നമുക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പല സമയത്തും നമ്മളോട് പല ആളുകളും പറയും, എടാ ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. അല്ലെങ്കിൽ നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് പറയും, ഇന്നെ കൊണ്ടൊന്നും പറ്റൂല, നിന്നെ കൊണ്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കുടുംബം നോക്കാൻ പറ്റൂല, അത് ഓൻ പോയിക്കോളൂ. അല്ലെങ്കിൽ പല സമയത്തും നമ്മളൊക്കെ പല കഥ എന്താ പറയാ പല ജോലികളും പോയ സമയത്ത് നമ്മളോട് പറയാം, ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. മലേഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തവരും പറയുന്നുണ്ടാവും അല്ലെ, ഇതെല്ലാം ലീഡേഴ്സിന് പറ്റും, ഇന്നെ കൊണ്ടൊന്നും ഇത് സാധിക്കൂല എന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉള്ളിലൊരു കഴിവുണ്ട്. ആ കഴിവ് പുറത്തെടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല ലീഡേഴ്സും നമ്മളോട് ഇതുപോലുള്ള യുദ്ധത്തിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പല പ്രോഗ്രാമും നമ്മുടെ മുമ്പിലേക്ക് വരും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ചിലപ്പം പല പ്രോഗ്രാമുകളും, ഏതെങ്കിലും പ്രോഗ്രാം വരുന്നുണ്ടോ മേഡം? ആരെങ്കിലും ഒന്ന് വോയിസ് ഓൺ ആക്കുക. ഏതെങ്കിലും പ്രോഗ്രാം പുതുതായിട്ട് വരുന്നുണ്ടോ? നമ്മുടെ ബെന്നി സാർ കോണ്ടസ്റ്റ് വെച്ചിരുന്നു നമ്മുടെ മൈസൂർ ട്രിപ്പിന്. മൈസൂർ ട്രിപ്പിന്റെ ഒരു കോണ്ടസ്റ്റ് വെച്ചു. ഇതൊരു യുദ്ധമാണ്. മൈസൂർ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. നിങ്ങളൊക്കെ അർജുന് മാറും. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് എന്ത് മനസ്സിലാക്കണോ? ഈ കോണ്ടസ്റ്റുകൾ മാക്സിമം നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ കോണ്ടസ്റ്റ് അച്ചീവർ ആകുക, അതോടൊപ്പം തന്നെ നമ്മളെ ടീമിലുള്ള ആൾക്കാരെ കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്യിപ്പിക്കുക. അപ്പോ ഈ കഥ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ കഥ കേട്ടിട്ട്, അതായത് നമ്മളെ മന്ത്രി പറയുന്ന കാര്യം കേട്ടിട്ട് ഈ രാജാവിന് ഒരു കാര്യം മനസ്സിലാണ്, എന്ത്? എനിക്ക് രാജാവെന്ന് വിചാരിച്ചു എനിക്ക് കുറെ പ്രായമായി, എനിക്കിതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ രാജാവിന് മനസ്സിലാകാണ് എന്റെ മനസ്സിനാണ് പ്രായമായത്, എനിക്ക് പ്രായമായിട്ടില്ല. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഉതിർത്തെഴുന്നേറ്റ് ഒരുപാട് യുദ്ധങ്ങൾ ഏറ്റ് ഇനിയും എനിക്ക് എന്റെ രാജ്യത്തിന് ഇനിയും വളർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എത്രയും ശക്തമായിട്ട് ഞാൻ എന്താക്കണം? ഈ ഇരുന്നിടത്ത് എണീച്ച് മാക്സിമം യുദ്ധത്തിലേക്ക് മാറണം. എനിക്ക് പ്രായമില്ല, എനിക്ക് ഇനിയും കൈവുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാകാണ്, നമ്മളെ രാജാവിനും മനസ്സിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു യുദ്ധത്തിന്റെ സന്നാഹം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞതിനോട് ഇപ്പൊ ബെൽനി സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ കോണ്ടസ്റ്റ് നിങ്ങൾ എല്ലാവരും അച്ചീവ് ചെയ്യുക. ഇതൊരു യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാക്കുകയാണ്. പക്ഷെ ഈ യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയ സമയത്ത് ആർക്കാണ് ലാഭം വന്നത്?
റെഡിക്ക് പറഞ്ഞാൽ അർജുനനല്ലേ ലാഭം. കാരണം എന്താ, അർജുന്റെ ജീവൻ പോണ്ട സമയനും ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ യുദ്ധത്തിന്റെ സന്നാഹം ഉണ്ടായ സമയത്ത് അർജുന്റെ സ്വന്തം ജീവൻ തന്നെ എന്താക്കുകയാണ്, അവിടെ രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കോൺടെസ്റ്റ് വെച്ചത് വേറെ ആർക്കോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കണ്ടാൽ ഇതൊരു യുദ്ധം പോലെ നമുക്ക് തോന്നും. പക്ഷെ ഈ യുദ്ധം സത്യത്തിൽ ഇതൊരു യുദ്ധമല്ല. പക്ഷെ ഈ യുദ്ധം പോലെ നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടുതരുന്ന എന്തുകൊണ്ടാണ്, പക്ഷെ നിങ്ങളെ തന്നെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ എന്താക്കുക, വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് അവസരം മനസ്സിലാക്കുക, ഈ ബിസിനസ് അവസരം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാരോടൊന്നും നിങ്ങൾ എതിർത്തൊന്നും പറയാൻ വേണ്ടി പോകണ്ട. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക. അർജുനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ അർജുന്മാരായിട്ട് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ആൻഡ് ജയ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറയാം, ഇന്ന് MC എടുത്ത ലീഡർ വളരെ ശക്തമായിട്ട് വളരെ അടിപൊളിയായിട്ട് ഇവിടെ MC എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ